വ്യാപാര കരാർ അന്തിമമാക്കാൻ എപ്സ്റ്റീൻ ഫയലും കാരണമായെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആരോപിച്ചു. അമേരിക്ക പുറത്തുവിട്ടതിനേക്കാൾ കൂടുതൽ ഫയലുകൾ ഉണ്ടെന്നും രാജ്യം അത് അറിയണമെന്നും രാഹുൽ പറഞ്ഞു. मोदी जी ने बेच दिया है और वो इसलिए बेचा है क्योंकि ये कॉम्प्रोमाइज्ड है. सिर्फ आपको नहीं बेचा है, देश को बेचा है. नरेंद्र मोदी जी डरे हुए हैं क्योंकि जिन लोगों ने उनकी इमेज बनाई है वो अब उस इमेज को फोड़ने लगे हैं. एप्स्टाइन फाइल्स में जो है, जो पूरा देश जानना चाहता है मगर अभी अमेरिका ने रिलीज नहीं किया है. और दूसरा जो अदानी जी पर केस है, जो एक्चुअली मोदी जी पर केस है क्योंकि वो बीजेपी का फाइनेंशियल स्ट्रक्चर है, मोदी जी का फाइनेंशियल स्ट्रक्चर है. तो ये दो प्रेशर पॉइंट्स हैं और आप ये बात समझ लो, देश ये समझ ले कि प्रधानमंत्री कॉम्प्रोमाइज्ड है. നരേന്ദ്രമോദി രാജ്യത്തെ സാധാരണ ജനങ്ങളുടെ പണം ഒറ്റിയെന്നും മോദിയുടെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടുവെന്നും രാഹുൽ ഗാന്ധി വിമർശിച്ചു. ബസന്ത് സഭയിൽ വലിയ പ്രതിഷേധമാണ് നടന്നത്. ആ പ്രതിഷേധത്തിന് പിന്നാലെ എത്ര എംപിമാരെ സസ്പെൻഡ് ചെയ്തു? ഡീൻ കുര്യാക്കോസും ഹൈബി ഈഡനും സസ്പെൻഡ് ചെയ്യപ്പെട്ട എംപിമാരിൽ ഉൾപ്പെടുന്നുവല്ലോ. എന്തൊക്കെയാണ് പിന്നീട് ഇന്ന് സഭയിൽ നടന്ന കാര്യങ്ങൾ? പിന്നീട് പുറത്ത് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം വരികയും ചെയ്തു. മുഴുവൻ വിശദാംശങ്ങളും ബസന്ത്. പ്രതീക്ഷ 8 എംപിമാർക്കാണ് ഇപ്പോൾ സസ്പെൻഷൻ വന്നിരിക്കുന്നത്. അതിൽ കേരളത്തിൽ നിന്ന് ഹൈബി ഈഡൻ, ഡീൻ കുര്യാക്കോസ് എന്നിവരുമുണ്ട്. അല്പസമയത്തിനകം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട എംപിമാർ മകരദ്വാറിന് മുമ്പിൽ ധർണ ആരംഭിക്കും. അല്പസമയത്തിനകം തന്നെ അത് സംബന്ധിച്ച വിവരങ്ങൾ വരുന്നുണ്ട്. ഇവർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ധർണ ആരംഭിച്ചിരിക്കുകയാണ് മകരദ്വാറിന് മുമ്പിൽ, അതായത് പാർലമെന്റ് കവാടത്തിന് മുമ്പിൽ. ഡീൻ കുര്യാക്കോസ്, ഹൈബി ഈഡൻ, മാണിക്കൻ ടാഗോർ, അമരീന്ദർ രാജ വാറിംഗ്, അതോടൊപ്പം തന്നെ ഗുർജിത് ഔജ്ല, വെങ്കട്ടരാമൻ, കിരൺ റെഡ്ഡി എന്നിവർക്കാണ് ഇപ്പോൾ സസ്പെൻഷൻ ഉള്ളത്. ഈ സമ്മേളന കാലയളവിലേക്കാണ് ഇവരെ സസ്പെൻഡ് ചെയ്തത്. സെക്രട്ടറി ജനറലിന്റെ മേശപ്പുറത്ത് കയറുകയും കടലാസുകൾ കീറിയെറിയുകയും ചെയ്യുന്നതിനാണ് സസ്പെൻഷൻ ഉള്ളത്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇവിടെ മകരദ്വാറിന് മുമ്പിൽ ധർണ നടക്കുകയാണ്. പ്രതിപക്ഷ എന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട എംപിമാരും ഈ ധർണയിൽ പങ്കെടുക്കുന്നുണ്ട്. വലിയ തോതിലുള്ള ബഹളമാണ് ഇന്നുണ്ടായത്. വീണ്ടും രാഹുൽ ഗാന്ധി ഈ നർവനയുടെ ബുക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉന്നയിച്ചു. അതിന്റെ ആധികാരികത വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹം മേശപ്പുറത്ത് അത് വെക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലമുണ്ടായി. തുടർന്ന് ഇത് വീണ്ടും സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ സർക്കാരും സർക്കാർ ഭാഗത്ത് നിന്നുള്ള എംപിമാരും ഒക്കെ തന്നെ ഇതിനെ തടയാൻ നോക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്.